എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ജീവിതത്തെ മെച്ചപ്പെടുത്താൻ കുറച്ച് ടിപ്സുകൾ പറഞ്ഞു തരട്ടെ. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതം മെച്ചപ്പെടുന്നത്? ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെയാണ് ആ മെച്ചപ്പെടലിലേക്ക് നമ്മൾ യാത്ര തുടങ്ങുന്നത് എന്ന് കാണാൻ പറ്റും, അല്ലേ? ഒരൊറ്റ സുപ്രഭാതത്തിൽ അപ്പാടെ അങ്ങ് മാറ്റിമറിച്ചുകൊണ്ടൊന്നുമല്ല ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ചെറിയ ചെറിയ പടിപടിയായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ വലിയ വിജയങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പം നമ്മളിൽ ഉണ്ടാവേണ്ടത് ചെറിയ ചെറിയ ആ മാറ്റങ്ങളാണ്. അതായത് ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മികച്ച വ്യക്തിത്വം ജീവിത വിജയത്തിൻ്റെ അടിത്തറയാണ് എന്ന് കാണാൻ പറ്റും, അല്ലേ? നമ്മുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിൽ വിജയിക്കാൻ നമ്മൾ ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യം. അപ്പോൾ ഏതെല്ലാം കാര്യത്തിലാണ് ആ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന് നമ്മുടെ സ്വഭാവത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. നമ്മുടെ സ്വഭാവത്തിൽ എല്ലാ ദിവസവും ചെറിയ ചെറിയ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ സ്വഭാവം അത്ര ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കൊരുപാട് നല്ല സ്വഭാവങ്ങളുണ്ട് എന്നതിനോടൊപ്പം തന്നെ നമുക്കൊരുപാട് മോശമായ സ്വഭാവങ്ങളുമുണ്ട്. നമ്മളെ പരാജയപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ വളർച്ചയെ പിന്നോട്ടേക്ക് വലിക്കുന്നതോ ആയിട്ടുള്ള ഒരുപാട് സ്വഭാവ സവിശേഷതകൾ കൂടി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാവണം. രണ്ടാമത് നമ്മുടെ ശീലങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ഒരുപാട് ശീലങ്ങൾ മാറേണ്ടതുണ്ട്. പോസിറ്റീവായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന രീതിയിൽ നമ്മുടെ ശീലങ്ങളെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. മൂന്നാമത് നമ്മുടെ ചിന്തകളാണ്. നമ്മൾ ചിന്തിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ വളർത്തിയെടുക്കുവാനുള്ള സാഹചര്യങ്ങളിലേക്കല്ല, മറിച്ച് നമ്മളെ പരാജയപ്പെടുത്തുന്ന കാരണങ്ങളായി നമ്മുടെ ചിന്തകൾ മാറുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ചിന്തകളിൽ, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ചിന്തകളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. 4 കാഴ്ചപ്പാടുകളാണ്. നമ്മളെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ സമൂഹത്തെക്കുറിച്ചും നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചുമുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളിൽ പലതും നമ്മളെ പരാജയപ്പെടുത്തുന്നതോ നമ്മുടെ ജീവിതത്തെ പിന്നോട്ടേക്ക് വലിക്കുന്നതോ ആയിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. ആ കാഴ്ചപ്പാടുകളിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഈ 4 കാര്യങ്ങളിലും ഓരോ ദിവസവും ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ പേഴ്സണാലിറ്റിയെ, നമ്മുടെ വ്യക്തിത്വത്തെ ഡെവലപ്പ് ചെയ്യുക. ആ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് വിജയിക്കുവാനുള്ള അറ്റ്മോസ്ഫിയർ അവിടെ രൂപപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളെയും ചെറുതായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഒരുപാട് ഉദാഹരണങ്ങൾ ഈ 4 കാര്യങ്ങളെക്കുറിച്ചും പറയാനുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. അതോടൊപ്പം പറയാനുള്ളത്, ഈ മാറ്റങ്ങളൊക്കെ തന്നെ ഒരൊറ്റ സുപ്രഭാതം കൊണ്ട് മാറ്റാൻ കഴിയുമെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. നമ്മുടെ സ്വഭാവമോ നമ്മുടെ ശീലങ്ങളോ നമ്മുടെ ചിന്തകളോ നമ്മുടെ കാഴ്ചപ്പാടുകളോ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്കൊരിക്കലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല. അതിന് ഒരുപാട് നാളത്തെ പരിശ്രമം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ 4 കാര്യങ്ങളിലും എല്ലാ ദിവസവും ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇതിലാദ്യം നമുക്ക് പറയേണ്ടത് നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് തന്നെയാണ്. നമ്മുടെ സ്വഭാവത്തിന് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട്. നല്ല മനസ്സാണ്, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഞാൻ നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് നല്ല സ്വഭാവങ്ങളുണ്ട് എന്ന കാര്യത്തിൽ തർക്കങ്ങളൊന്നുമില്ല. പക്ഷെ അതോടൊപ്പം മനസ്സിലാക്കേണ്ടത്, നല്ല സ്വഭാവങ്ങളോടൊപ്പം നമുക്ക് മോശമായ സ്വഭാവങ്ങളുമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ജീവിച്ചു വളരുന്ന സമൂഹം പോലും നമ്മളിൽ അങ്ങനെ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഒരുപാട് സംസ്ഥാനങ്ങൾ കയറി ഇറങ്ങി വന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്,
നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു പ്രശ്നം ഈ അസൂയയും കുശുമ്പും കുന്നായ്മയും ഒക്കെ കുറച്ച് കൂടുതലാണ് എന്ന് തോന്നിയിട്ടുണ്ട്. അതായത് മറ്റുള്ളവര് ജീവിതത്തിൽ വിജയിക്കുന്നത് കാണാൻ അത്ര ആഗ്രഹിക്കുന്നില്ല. നമ്മളെക്കാളേറെ നേട്ടങ്ങൾ മറ്റുള്ളവർ നേടുമ്പോൾ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ രൂപപ്പെടുന്ന ഒരു അസൂയയുണ്ട്, ഒരു കുശുമ്പുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന് അത്ര നല്ല സ്വഭാവമല്ല. അത് നമ്മളെ പരാജയപ്പെടുത്തുന്ന കാരണങ്ങളാണ്. കാരണം മറ്റുള്ളവർ ജീവിതത്തിൽ വിജയിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? അത് അവരുടെ അധ്വാനമാണ്, അവരുടെ കഷ്ടപ്പാടുകളാണ്, അല്ലെ? അവരുടെ പരിശ്രമമാണ്. അതിലൂടെയാണ് ഒരാൾ ജീവിതത്തിൽ വിജയിക്കുന്നത്. അതിനെ ഉൾക്കൊള്ളാൻ, അതിനെ അംഗീകരിക്കുവാൻ, അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ, അഭിനന്ദിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അയാളുടെ മനസ്സ് കുറെ കൂടി ഇടുങ്ങിയതാണ് എന്നുള്ളതാണ്. ശരിയല്ലേ? അതിലപ്പുറം വിജയിക്കുന്ന ഒരാളെ നോക്കി ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും മറ്റുള്ളവരുടെ വിജയങ്ങളെ അംഗീകരിക്കുവാനും നമുക്ക് കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സ് കുറെ കൂടി വിശാലമാണ് എന്നുള്ളതാണ്. ആ വിശാലമായ മനസ്സോടുകൂടി നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം സക്സസ് ആകും എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. അതുകൊണ്ട് അസൂയയും കുശുമ്പുമൊന്നും അല്ല നമുക്ക് ആവശ്യം. വളരെ പോസിറ്റീവായ രീതിയിൽ മറ്റുള്ളവരുടെ വിജയങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന വിശാലമായൊരു മനസ്സ് നമുക്കുണ്ടാവണം. അങ്ങനെയൊരു സ്വഭാവം മെല്ലെ മെല്ലെ നമ്മളിൽ ചെറുതായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ദേഷ്യപ്പെടുക എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ഒരു സ്വഭാവമാണ്, അല്ലെ? ദേഷ്യം എന്ന് പറയുന്ന വികാരം സ്വാഭാവികമായിട്ട് പ്രകടിപ്പിക്കാനുള്ളത് തന്നെയാണ്. കുട്ടികൾ വഴക്ക് കൂടുമ്പോൾ, അല്ലെങ്കിൽ തല്ലുകൂടുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ചിലപ്പോൾ ദേഷ്യമായിട്ട് പ്രതികരിക്കേണ്ടി വരുമ്പോൾ അതൊക്കെ നമ്മൾ പ്രകടിപ്പിക്കുക തന്നെ വേണം. അത് പ്രകടിപ്പിക്കാനുള്ളത് തന്നെയാണ്. എന്നാൽ സ്ഥാനത്തും അസ്ഥാനത്തും നമ്മൾ സ്ഥിരമായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമ്മളെ പരാജയപ്പെടുത്തുന്ന കാരണങ്ങളായി മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷം. നമ്മൾ ഭക്ഷണം കഴിച്ച് പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ അവിടെ കൗണ്ടറിൽ ഇരിക്കുന്നത് അതിൻ്റെ മുതലാളിയാണ്, ഓണറാണെന്ന് കരുതുക. അവരോട് വളരെ ദേഷ്യപ്പെട്ട് ഒച്ചത്തോടു കൂടി നിങ്ങൾ സംസാരിക്കുന്നു എന്ന് കരുതുക. ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന മറ്റുള്ളവർ ഈ കാര്യത്തിൽ ഇടപെട്ടാൽ നിങ്ങളെ കുറ്റക്കാരനാക്കും. ഒരുപക്ഷെ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ നിങ്ങൾ സമീപിച്ച, വളരെ അഗ്രസീവായിട്ട് നിങ്ങൾ പെരുമാറിയ ആ രീതി മറ്റുള്ള ഉൾക്കൊള്ളില്ല. അവർ നമുക്കെതിരെ തിരിയുമെന്നുള്ളതാണ്. അതിന് പകരം നമ്മൾ ഭക്ഷണം കഴിച്ച് നമുക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല, അത് കൃത്യമായി ഓണറോട് പറയുകയാണ്, ഭക്ഷണം വളരെ മോശമാണ്, വൃത്തിഹീനമായ അന്തരീക്ഷമാണ്, അതിൻ്റെ മാറ്റങ്ങൾ വരുത്തണം എന്ന രീതിയിൽ വളരെ പോസിറ്റീവായ രീതിയിലാണ് നമ്മൾ അവരോട് പറയുന്നതെങ്കിൽ ആ സമയത്ത് ഓണർ നമ്മളോട് ദേഷ്യപ്പെട്ടാൽ ആ ഹോട്ടലിലുള്ള മുഴുവൻ ആളുകളും എന്ത് ചെയ്യും? നമ്മളോടൊപ്പം നിൽക്കും, അല്ലെ? നമ്മൾ പറഞ്ഞത് ശരിയാണെന്ന രീതിയിൽ നിൽക്കും, അല്ലെ? അപ്പോൾ ഇവിടെയാണ് നമ്മൾ ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സാഹചര്യങ്ങൾ നോക്കി അതിന് ഏറ്റവും മനോഹരമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയണം. ദേഷ്യം പ്രകടിപ്പിക്കാനുള്ളത് തന്നെയാണ്. കുട്ടികൾ വഴക്ക് കൂടുമ്പോൾ, അല്ലെങ്കിൽ ഒരു തെറ്റ് മുന്നിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ശക്തമായിട്ട് ആ ദേഷ്യം പ്രകടിപ്പിക്കാം, പ്രതികരിക്കാം. പക്ഷേ എവിടെ, എപ്പോ, എങ്ങനെ എന്നുള്ളതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പാർട്ട്ണറോട്, നമ്മുടെ അച്ഛനമ്മമാരോട്, നമ്മുടെ മക്കളോട്, നമ്മൾ ജോലി ചെയ്യുന്ന നമ്മുടെ ജോലി സ്ഥലത്തെ നമ്മുടെ സഹപ്രവർത്തകരോട്, നമ്മൾ എത്തിപ്പെടുന്ന ഇടങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളോട്, ഇവരോടൊക്കെയുള്ള നമ്മുടെ പെരുമാറ്റം അത് വളരെ മികച്ചതായിരിക്കണം. അവിടെ ദേഷ്യത്തോടു കൂടി ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിടുന്ന ഒരാളായിട്ട് നമ്മൾ മാറുമ്പോൾ അത് നമ്മുടെ പരാജയത്തിന്റെ കാരണമാകുമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം നമ്മളിൽ നമുക്ക് ചുറ്റും രൂപപ്പെടുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിരിക്കില്ല, നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിരിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ചില സ്വഭാവങ്ങളില്ലേ, എന്ത് കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെയുള്ള സ്വഭാവവും ഒരു മനുഷ്യനെ ജീവിതത്തിൽ പരാജയപ്പെടുത്തുന്ന കാരണങ്ങളാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റീവായ വശമുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചെങ്കിലും ഉണ്ടാകും നല്ല വശങ്ങൾ. ആ നല്ല വശങ്ങളെ മാത്രം ഉൾക്കൊള്ളിക്കുമ്പോൾ അതല്ലേ ഒരു മനുഷ്യനെ ജീവിതത്തിൽ മെച്ചപ്പെടുത്തുന്നത്. ഇവിടെയാണ് നമ്മൾ എല്ലാത്തിനും കുറ്റം കണ്ടെത്തുകയല്ല, എല്ലാത്തിലുമുള്ള നല്ലതിനെ നമ്മൾ ചകഞ്ഞു പിടിച്ച് കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു മികച്ച സ്വഭാവമാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും
ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മൾ പോലും അറിയാതെ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. അതാണ് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത് നമുക്ക് നമ്മുടെ ശീലങ്ങളിലേക്ക് വരാം. നമ്മുടെ ശീലങ്ങൾ വളരെ വളരെ മോശമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കങ്ങളുമില്ല, അല്ലെ? ഞാൻ എപ്പോഴും പറയാറുള്ള ഏറ്റവും മികച്ച ഒരു ശീലമാണ് രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത്, അല്ലെ? വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യുക. ആ സമയം ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് എക്സർസൈസ് ചെയ്യുമ്പോൾ, വ്യായാമം ചെയ്യുമ്പോൾ, നടക്കലാവട്ടെ, ഓടലാവട്ടെ, എന്താവട്ടെ, അത് മാനസികവും ശാരീരികവുമായ ഒരു വളർച്ച നമ്മളിൽ രൂപപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ രാവിലെ ഒരു ഫ്രഷ് എയറിലൊക്കെ എഴുന്നേറ്റ് നമ്മൾ നടക്കാനിറങ്ങുമ്പോൾ, ഓടാനിറങ്ങുമ്പോൾ, അത് കഴിഞ്ഞ് നമ്മൾ കുളിച്ചൊന്ന് ഫ്രഷായി നമ്മളെ ജോലിയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്തൊരു ഫ്രഷ്നെസ് ഉണ്ട്. അത് നമ്മുടെ മനസ്സിന് കൃത്യമായി ലഭിക്കുമെന്നുള്ളതാണ്. ആ ദിവസത്തെ മുഴുവൻ എനർജറ്റിക് ആക്കാൻ തീർച്ചയായിട്ടും ആ രാവിലെ എഴുന്നേൽക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സമയം ലഭിക്കുന്നതായിട്ടുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും. കാരണം രാവിലെ ഇപ്പോൾ ഒരു 5 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 8 മണി വരെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു 3 മണിക്കൂറാണ് നമുക്കവിടെ ലഭിക്കുന്നത്, അല്ലേ? അതായത് രാവിലെ 10 മണി മുതൽ 1 മണി വരെ കിട്ടുന്ന അതേ സമയം, അത്രയും സമയം നമുക്ക് രാവിലെ 5 മണി മുതൽ 8 മണി വരെയുള്ള സമയത്തിൽ കിട്ടുന്നു എന്നുള്ളതാണ്. 3 മണിക്കൂർ കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിയേ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എത്ര വലിയ സമയമാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താനാവുക. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒന്നാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ മറ്റൊരു ശീലം നോക്കിക്കഴിഞ്ഞാൽ വായന. കയ്യിൽ കിട്ടുന്നത് എന്തും വായിക്കുക, പുതിയ പുതിയ അറിവുകൾ, കുറേ ആശയങ്ങൾ, അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതം ഇങ്ങനെ മെച്ചപ്പെടുകയാണ്. നമ്മളെന്ന വ്യക്തി മെച്ചപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതവും മെച്ചപ്പെടും. പുതിയ പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കും. അതാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. ഒറ്റയടിക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരിക്കാൻ നമുക്കാവില്ല. നമ്മുടെ വ്യക്തിത്വത്തിലോ, നമ്മുടെ ചിന്തകളിലോ, നമ്മുടെ കാഴ്ചപ്പാടുകളിലോ, നമ്മുടെ സ്വഭാവത്തിലോ, നമ്മുടെ ശീലങ്ങളിലോ ഒന്നും പെട്ടെന്നൊരു ദിവസം കൊണ്ട് മാറ്റം കൊണ്ടുവരാനാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാ ദിവസവും ചെറുതായിട്ട് നമ്മൾ മാറുക, അത് വലിയ മാറ്റങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു കാര്യം കൂടി പറയാം. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് ശീലമാക്കുക. ഇപ്പോൾ ഒരു ഭാഷ, ഇപ്പോൾ ഇംഗ്ലീഷ് തന്നെ എടുക്കാം, നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല, എന്നാൽ 1-2 വർഷം കൊണ്ട് മികച്ച രീതിയിൽ നമുക്കതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും, അല്ലേ? കുറച്ച് സമയം, ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കുക. ചെറിയ രീതിയിൽ തുടങ്ങുക. 1-2 വർഷങ്ങൾക്ക് ശേഷം അതൊരു വലിയ മാറ്റമായിട്ട് മാറും, അല്ലേ? ആ ഭാഷയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന മാറ്റങ്ങളുടെ ശക്തി വളരെ വലുതായിരിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഒക്കെയുള്ള ഒരു ശീലം നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ വലിയ മാറ്റങ്ങൾ തന്നെയാണ്. ഇനിയും ഒരുപാട് നല്ല ശീലങ്ങൾ നമുക്ക് കണ്ടെത്തുവാനും ജീവിതത്തിൽ നടപ്പിലാക്കാനും കഴിയും. എല്ലാം പറയാൻ കഴിയില്ല. എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞത്. പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് സ്വഭാവം, 2 നമ്മുടെ ശീലങ്ങൾ. ഇനി മൂന്നാമത് നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അത്ര മികച്ച രീതിയിലല്ല. നമുക്ക് എപ്പോഴും പോസിറ്റീവായ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണം, അല്ലേ? ഇപ്പോൾ 2 വ്യക്തികൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്, ഒരേ പൊസിഷനിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ 2-ൽ ഒരാൾക്ക് കമ്പനി ഒരു പ്രൊമോഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്നു. ആർക്കാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ 2-ൽ ഒരാൾക്ക് നൽകും. നമുക്ക് 2 രീതിയിൽ ചിന്തിക്കാം, അല്ലേ? 2 പേർക്കും ഒന്നുകിൽ മറ്റേയാളെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തി, കുറ്റങ്ങൾ കണ്ടെത്തി, കുറ്റം പറഞ്ഞ് എന്തെങ്കിലും തെറ്റുകളൊക്കെ കമ്പനിക്ക് പറഞ്ഞു കൊടുത്ത് അയാളെ പരാജയപ്പെടുത്തി നമുക്ക് വിജയിക്കാം. അത് ഒരു ചിന്ത. അല്ലെങ്കിലോ ആരോഗ്യകരമായിട്ട് ചിന്തിക്കാം. അതായത് അയാൾ എത്ര മികച്ച രീതിയിൽ പെർഫോം ചെയ്താലും അതിനേക്കാൾ മികച്ച രീതിയിൽ എനിക്ക് പെർഫോം ചെയ്തുകൊണ്ട് ആ പ്രൊമോഷൻ എനിക്ക് നേടിയെടുക്കണമെന്ന് ചിന്തിക്കാം, അല്ലേ?
അപ്പൊ ഇതിൽ ഏതാണ് ആരോഗ്യകരമായത്? രണ്ടാമത് പറഞ്ഞത് തന്നെയാണ്, അല്ലെ? അല്ലാതെ ഒരാളെ പരാജയപ്പെടുത്തി വിജയിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒരാളുടെ വിജയത്തെ മറികടന്നുകൊണ്ട് വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ആരോഗ്യകരമായ രീതി. ആ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് നമ്മളൊരു മികച്ച വ്യക്തിയാവുന്നത്. അല്ലാതെ ഒരാളെ പരാജയപ്പെടുത്തി വിജയിക്കുക എന്നുള്ളതല്ല, അതൊരു നെഗറ്റീവ് മെന്റാലിറ്റിയാണ്, അല്ലെ? ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ ഇനി എനിക്ക് വിജയിക്കാനാവില്ല എന്ന് ചിന്തിക്കാം, അല്ലേ? അത് നമ്മൾ വീണ്ടും പരാജയപ്പെടുത്തും. എന്നാൽ ഒരു പരാജയം സംഭവിച്ചു, അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി താൻ സഞ്ചരിച്ച വഴി തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ് ശരിയായ മറ്റൊരു വഴി തിരഞ്ഞെടുത്തുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കേണ്ടത് എന്നൊരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അയാളെ വിജയിപ്പിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലേ? അപ്പൊ ചിന്തകളുടെ വ്യത്യാസം കൊണ്ട് തന്നെ ഒരു മനുഷ്യൻ വലിയ വിജയങ്ങൾ നേടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ കഴിവുണ്ട്, എനിക്ക് കഴിവില്ല എന്ന് ചിന്തിച്ച് എനിക്ക് ഇത്രയൊക്കെ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ച് ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? മറ്റുള്ളവർക്ക് അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മറ്റു ചില കഴിവുകളുണ്ട്, ആ കഴിവുകളൊന്നും മറ്റുള്ളവർക്കില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഒരാൾക്ക് സാധിക്കുമ്പോൾ അവിടെയും അയാൾ വലിയ വിജയങ്ങളിലേക്ക് യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ചിന്തകൾ കൊണ്ട് ഒരു മനുഷ്യന്, വളരെ പോസിറ്റീവായ ചിന്തകൾ കൊണ്ട് ഒരു മനുഷ്യന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലുള്ള നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ചെറിയ രീതിയിൽ നമ്മളിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത് പറയാനുള്ളത്, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. നമ്മുടെ സമൂഹത്തെക്കുറിച്ച്, നമ്മളെക്കുറിച്ച്, നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളെക്കുറിച്ച് ഒക്കെ നമുക്ക് നല്ല കാഴ്ചപ്പാടുകളോടുകൂടി മുന്നോട്ട് പോകാനാവണം. നമ്മളാണ് ഏറ്റവും വലിയ ശരി എന്ന രീതിയിൽ ചിന്തിക്കുന്നിടത്തല്ല നമ്മൾ മെച്ചപ്പെടുന്നത്, മറ്റുള്ളവരെയും കൂടി അംഗീകരിക്കുന്നിടത്താണ്. അപ്പോഴാണ് നമ്മുടെ മനസ്സ് കുറെ കൂടി ഉയർന്ന തലത്തിൽ രൂപപ്പെടുന്നത്. അല്ലാതെ മറ്റുള്ളവരൊക്കെ തെറ്റാണ്, ഞാൻ മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുമ്പോൾ അത് വികലമായ ചിന്തയാണ്. അവനവൻ്റെ തെറ്റുകളെ മനസ്സിലാക്കാൻ കഴിയാത്ത വികലമായ ചിന്തയാണത്. അത് നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അവർക്ക് ഇന്ന കാര്യങ്ങളാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം രണ്ടുപേരും ഒന്നിച്ച് കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ കുടുംബത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലേ? അപ്പം നമ്മുടെ കുടുംബപരവും സാമൂഹികപരമായ കാര്യങ്ങളിലൊക്കെ നമ്മുടെ കാഴ്ചപ്പാടുകൾ മികച്ചതാവണം. പല വീടുകളിലെയും അവസ്ഥ എന്താണ്? ഇപ്പോൾ പുരുഷന്മാർക്കാണ് കുടുംബകാര്യങ്ങളിലൊക്കെ ഒരു നെഗറ്റീവ് മെന്റാലിറ്റി ഉള്ളതെന്ന് തോന്നിയിട്ടുണ്ട്. സ്ത്രീകൾ അടുക്കളയിൽ ജോലി ചെയ്യേണ്ട ആളുകളാണ് എന്നൊരു കാഴ്ചപ്പാട് പുതിയ തലമുറയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പൂർണ്ണമായിട്ട് അങ്ങനെ ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ചെറിയ ശതമാനം മാത്രമേ അങ്ങനെ ഒരു മെന്റാലിറ്റിയുള്ള ആളുകൾ ഇപ്പോഴും ഉള്ളൂ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും, അല്ലെ? അങ്ങനെ ഭാര്യ അടുക്കളയിൽ മാത്രം ജോലി ചെയ്യേണ്ട ആളുകളൊന്നുമല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ പുരുഷന്മാരെ സ്ത്രീകളും ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ഇന്നയാൾക്ക് ഇന്ന് ജോലി എന്ന രീതിയിലൊന്നുമല്ല. അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതിന് പകരം എല്ലാം ഒന്നിച്ച് ചെയ്യുമ്പോൾ ആ കുടുംബത്തിൽ പോസിറ്റീവായിട്ടുള്ള എനർജി രൂപപ്പെടുന്നുണ്ട്. അങ്ങനെ ഒന്നിച്ച് ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ ആ കുടുംബം മെച്ചപ്പെടുന്നുണ്ട്. അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അതുപോലെ സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. പണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളർന്ന ആളുകളെ ഉൾക്കൊള്ളാൻ വലിയ മടി പലപ്പോഴും സാധാരണക്കാർക്ക് കാണാറുണ്ട്. കാരണം അവർ നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത കൂടിയാണത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് വളർന്ന ആളുകളെ പലപ്പോഴും നമ്മൾ കുറ്റം പറയാറുണ്ട്. അവർ സാമ്പത്തികമായിട്ട് വളർന്നിരിക്കുന്നത് പല തെറ്റുകളും ചെയ്തുകൊണ്ടാണ് എന്നൊക്കെ രീതിയിൽ അവരെ മോശമായ രീതിയിൽ കാണുന്ന ഒരു പ്രവണത പലപ്പോഴും സാധാരണക്കാർക്കുണ്ട്. അപ്പൊ ഈ കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകളിലും നമ്മുടെ ചിന്തകളിലും സ്വഭാവത്തിലും അതുപോലെ തന്നെ നമ്മുടെ ശീലങ്ങളിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ അങ്ങ് മാറും. ആ മാറ്റം ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുക. നമ്മൾ മാറാതെ ഒരിക്കലും നമ്മുടെ ജീവിതം മാറില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മളിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ ദിവസവും നമ്മളെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. ചെറിയ ചെറിയ നല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.